പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 1-ാം ക്ലാസ് വാർഷിക പരീക്ഷ ഇന്നത്തോടുകൂടെ അവസാനിച്ചു. ഇന്ന് ദീനിയാത്ത്, അഖ്ലാഖ്, ഇംലാഇൻ്റെ പരീക്ഷയായിരുന്നു. ഇന്ന് നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുകയാണ്. കുട്ടികൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എല്ലാത്തിൻ്റെയും ഉത്തരവും പറഞ്ഞോ? കേട്ടതിലെല്ലാം കുട്ടികൾ എഴുതിയോ എന്നൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ സന്തോഷം. അല്ലാഹു തആല മക്കൾക്കൊക്കെ മുഴുവൻ മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ. ആമീൻ. ഉത്തരം പറയാമെന്നുള്ളതിൽ നാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ചൊല്ലണം എന്ത് എന്ന ഒന്നാമത്തെ ചോദ്യം. നാം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പറയണം എന്ത്? അൽഹംദുലില്ലാ. നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നതിന് ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നത് ആര്? ഉപ്പാനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. 4-മത്തേത് 10 മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര്? ഉമ്മയെക്കുറിച്ചുള്ള ചോദ്യമാണത്. 5-മത്തേത് നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണ്? അള്ളാഹു ആണ്. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചോദ്യവും. പിന്നെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഹബീബായ തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യം. അപ്പോൾ ഈ 6 ചോദ്യങ്ങളാണ് ദിനിയാത്ത് അഖ്ലാഖിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇംലായിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. അതിൽ ഒന്നാമത് വന്നിട്ടുള്ളത് തഫീമു തിലാവയിൽ നിന്ന് ലഫ്ദഉൻ എന്നും യസൂമു എന്നും ലാ തുൽരിബ് എന്നും, പിന്നെ ദുറൂസ് അറബി മലയാളത്തിൽ നിന്ന് പൊങ്ങച്ചം പാടില്ല, ഗുരുനാഥൻ, ഭക്ഷണം എന്നിങ്ങനെ 3 കേട്ടയത്തിനുള്ള പദങ്ങളുമായിരുന്നു. കുട്ടികളൊക്കെ എഴുതിയോ എന്നൊന്ന് ചോദിച്ചു നോക്കുക. അല്പം ദുറൂസ് അറബി മലയാളത്തിൽ പ്രയാസമായി കാണുന്നുണ്ട്. എന്നിരുന്നാലും കുട്ടികളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അല്ലാഹു തആല എല്ലാ പരീക്ഷകളിലും അല്ലാഹു തആല മുഴുവൻ മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു ചാനൽ കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ.